നമസ്കാരം. ഒരു 40-45 വയസ്സിന് ശേഷം നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് കയ്യിലും കാലിലും ഒക്കെ വരുന്ന നീർക്കെട്ട് എന്നുള്ളത്. ദേഹം മുഴുവൻ അനക്കാൻ പറ്റാത്ത വേദന അനുഭവിക്കുക, ദേഹത്താകെ നീര് വന്നതുപോലെ 2-3 ദിവസം കൊണ്ട് തന്നെ തടി കൂടിയ പോലെയൊക്കെ തോന്നുക, ഡ്രസ്സുകളൊന്നും ടൈറ്റായിട്ട് ഇരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കാറില്ലേ? എന്നാൽ പലപ്പോഴും നമ്മുടെ ഞരമ്പുകൾക്കൊരു ക്ഷീണം സംഭവിച്ചിട്ടും നാഡീ ഞരമ്പുകൾ ഈ ബലക്ഷയം കാരണം തന്നെ തരിപ്പും മരവിപ്പും അനുഭവിക്കുന്നവരാണ് കൂടുതൽ പേരും. എന്നാൽ ഇതിനൊക്കെ തന്നെ നമുക്ക് ആയുർവേദത്തിൽ വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ചില കൂട്ടുകളുണ്ട്. അതിലൊന്നാമത്തേതാണ് ബലാശ്വഗന്ധാദി തൈലം എന്നുള്ളത്. കേട്ടെല്ലാവർക്കും പരിചയമുള്ളതാണെങ്കിൽ പോലും ഇത് തലവേദന, പനി, ക്ഷീണം, സന്ധിവേദന, പേശിക്ഷയം, ആർത്രൈറ്റീസ്, ബ്രേക്കിൽ പ്ലെക്സസ് ഇഞ്ചുറി, സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്നുള്ള കേസൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതാണ്. ഇനി ചില ന്യൂറോളജിക്കൽ കണ്ടീഷൻസിൽ പാരലൈസിസ് ആയിട്ടുള്ള കേസിലൊക്കെ തന്നെ ബസ്തിയിൽ ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ് ബലാശ്വഗന്ധാദി തൈലം എന്നുള്ളത്. ഇതിൽ കുറുന്തോട്ടി, അമുക്കുരം, കോലരക്ക്, എള്ളെണ്ണ, മഞ്ചട്ടി, ഇരട്ടി, മധുരം, മസ്തു, രാസ്ന, ചന്ദനം, കറുകപ്പുല്ല്, നരനീണ്ടി, രാമച്ചം, മുത്തങ്ങ, കൊട്ടം, അകിൽ, ദേവദാരം, ഹരിദ്ര, ആമ്പൽ കിഴങ്ങ്, കരിനെച്ചി, ശതകുപ്പ, താമര ഇതൊക്കെ തന്നെ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ഔഷധക്കൂട്ടാണ്. 3 വർഷം തന്നെ നമുക്കിതിന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം തന്നെ എക്സ്പയറി ഡേറ്റ് പറയുന്ന ഒന്നുകൂടെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള പലർക്കും സംശയം വരാം. ഇത് നന്നായിട്ടൊന്ന് നമ്മുടെ വേദനയുള്ള ഭാഗങ്ങളിൽ പുരട്ടിയിട്ടതിന് ശേഷം ഈ വെള്ളം കൊണ്ട്, ചൂടുവെള്ളം കൊണ്ടൊന്ന് കഴുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടും കിട്ടും. ഇത് കുറച്ച് നാൾ കണ്ടിന്യൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത്തരം വാദവ്യാധികളിൽ നിന്നൊക്കെ തന്നെ ഒരു മോചനത്തിനും അതുപോലെ പേശികളുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യം നിലനിർത്തി, യുവത്വം നിലനിർത്തി, ചുളിവുകളൊന്നും വീഴാതിരിക്കാനും എല്ലാം തന്നെ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു ഔഷധക്കൂട്ടാണ് ഈ ബലാശ്വഗന്ധാദി തൈലം എന്നുള്ളത്. ഇനി ഈ തൈലം മാത്രമാണോ ഉപയോഗിക്കുക? അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ വീടിന് പരിസരത്തും ഒക്കെ കാണുന്ന ചില കൂട്ടുകളും കൂടെ ഇതിന് പരിചയപ്പെടുത്താം. ചില ഇലകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എരിക്കിൻ്റെ ഇല എന്നുള്ളത്. അതിൽ നമ്മൾ സംസ്കൃതത്തിൽ അർക്ക എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് തന്നെ നല്ല മൂത്ത 5 ഇലകളാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. നന്നായി അരച്ചോ ചതച്ചോ പേസ്റ്റ് ആക്കി എടുത്തിട്ട് വേദനയുള്ള ലോക്കലൈസ്ഡ് ഏരിയയിലൊക്കെയാണ് വേദന എന്നുണ്ടെങ്കിൽ അത്തരം ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്തിട്ടതിന് ശേഷം അത് ഒരു കോട്ടൺ തുണി കൊണ്ട് കെട്ടി വെക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ അരയ്ക്കുന്ന സമയത്ത് അതിലൽപ്പം ഇന്ദുപ്പ് ഇല്ലെങ്കിൽ മാത്രം കല്ലുപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ റിസൾട്ട് പക്കയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഉപ്പൂറ്റി വേദനയുള്ള കേസിലാണെങ്കിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇഷ്ടിക നന്നായിട്ട് ചൂടാക്കി ചുട്ടുപഴുത്ത ഇഷ്ടിക ഒരു ഭാഗത്ത് വയ്ക്കുക. അതിന് മുകളിലായിട്ട് കല്ലുപ്പോ ഇന്ദുപ്പോ നിരത്തി വയ്ക്കുക. അതിന് മുകളിൽ എരിക്കിൻ്റെ 1-2 ഇല വയ്ക്കുക. അതിന് മുകളിൽ അല്പം ഓയിൽ, അതിൽ മുറിവെണ്ണയോ അല്ലെങ്കിൽ കൊട്ടൻ ചുക്കാദി, സഹജരാതി തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഓയിലുകൾ, ഇപ്പോൾ പറഞ്ഞ ബലാശ്വഗന്ധാദി ഓയിലായാലും ഓയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം കാലിലും നന്നായിട്ട് ഈ സെയിം ഓയിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ഈ ചൂട് കല്ലുപ്പിൻ്റെ ഇടയിലൂടെ ഈ എരിക്കിൻ്റെ ഇടയിലൂടെയൊക്കെ തന്നെ ആ ചൂട് നമ്മുടെ ഉപ്പൂറ്റിയിലേക്ക് വരും. അപ്പോൾ ഉപ്പൂറ്റി മുഴുവനായിട്ട് പതിച്ച് വെക്കരുത്, ചെറുതായിട്ടൊന്ന് തൊട്ട് നോക്കുക. ചൂടിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പും വാളംപുളിയുടെ ഇലയും നന്നായിട്ട് പഴുത്തിട്ടില്ല 4-5 പ്ലാവില, ഞെട്ട് കളയാത്ത പ്ലാവിലയും കൂടെ ചേർത്തിട്ട് നന്നായി വെള്ളം തിളപ്പിച്ചിട്ട് ഒരു ഇളം ചൂടോട് കൂടിയിട്ട് ദേഹം കഴുകാനും കൂടെ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് 7 ദിവസത്തിനുള്ളിൽ കിട്ടും. ഇനി എരിക്ക് ഉപയോഗിച്ചിട്ട് ഇത് മാത്രമൊന്നുമല്ല ചെയ്യാൻ പറ്റുന്നത്. എരിക്കിൻ്റെ ഇല മാത്രം ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് നിങ്ങൾക്ക് ആ ഭാഗത്ത് കാല് മുക്കി വെക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും വളരെ നല്ല ആശ്വാസം കിട്ടും. ഇനി ഇത് തന്നെ കിഴി ഉണ്ടാക്കാനായാലും 5 നല്ല മൂത്ത ഇല എടുക്കാം. അതുപോലെ 1 പിടി മുരിങ്ങയില, 1 പിടി പുളിയില, ഇതെല്ലാം കൂടെ മുറിവെണ്ണയിൽ വഴറ്റ് അതിൻ്റെ കൂടെ ഒരു 5-6 തോട് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് ഇന്ദുപ്പും കൂടെ ചേർത്തിട്ട് കിഴി പിടിക്കാവുന്നതാണ്. ഈ കിഴി നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഏതാണോ ഓയിൽ, നിങ്ങളുടെ വേദനാ സംഹാരിയായിട്ടുള്ള ഒരു ഓയിൽ കയ്യിലുള്ളത്, അതൊരു പാനിൽ വെച്ചിട്ട് ചൂടാക്കി ഇതേ കിഴി തന്നെ ഈ ഒരു എണ്ണയിൽ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് വേദനയുള്ള ഭാഗങ്ങളിൽ ഈ കിഴി ചൂടോടെ തന്നെ കുത്തി കൊടുക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 15-20 മിനിറ്റ് നിങ്ങൾക്ക് ഓരോ ദിവസം ഒരു 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വേദനയും നീർക്കെട്ടും ഇത്തരം ഞരമ്പുകൾക്ക്
ബലക്ഷയം സംഭവിച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞൊടിയിടയിൽ മാറിക്കിട്ടാനും കൂടെ സഹായിക്കുന്നതാണ്. വാതഹരണം സ്നേഹാനം എന്നുള്ള ഒരു ശ്ലോകത്തിൽ പറയുന്നു, ഇത്തരം വാതദോഷത്തെ ശമിപ്പിക്കാനായിട്ട് സ്നേഹനം അല്ലെങ്കിൽ ഇത്തരം എണ്ണയുടെ പ്രാധാന്യം വളരെ വലുതാണ് എന്നുള്ളത്. ഇതിലിപ്പം നമ്മൾ പറഞ്ഞത് ബലാശുഗന്ധാദിയെ കുറിച്ച് മാത്രമാണ്. എന്നാൽ ഇത് മാത്രമല്ല, ഒത്തിരിയേറെ ആയുർവേദ എണ്ണക്കൂട്ടുകളുണ്ട്. ഇതെല്ലാം എന്തെല്ലാം കേസിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് പലർക്കും സംശയമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ മഹാനാരായണ തൈലം നമുക്ക് ഇതുപോലെ വേദനയുള്ള കാര്യത്തിൽ ഉപയോഗിക്കാം. അത് എന്ത് തരം വേദന, ഏത് പ്രശ്നത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടെങ്കിലോ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കേസിലോ അല്ലെങ്കിൽ നമുക്ക് മുട്ടും കാലൊന്നും അനക്കാൻ പറ്റാത്ത കേസിലോ മസിൽ നന്നായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുന്നു, നെർവ് വളരെ വീക്കായിട്ട് വരുന്നു എന്നുള്ള കേസിൽ മഹാനാരായണ തൈലം ഉപയോഗിക്കാം. ഇനി ശരീരത്തിലൊക്കെ നമുക്ക് നീർക്കെട്ട് വരുന്നു, ഒരു കോൾഡ് ടൈപ്പ് ആയിട്ടുള്ള ജോയിൻറ്റ് പെയിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോയിനിലൊന്നും തന്നെ വേദനയുണ്ടെങ്കിലും അവിടെ ഒരു ചൂടും അസഹ്യതയൊന്നും തോന്നുന്നില്ല, ഒരു തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫുൾ ബോഡി പെയിനും അതുപോലെ തന്നെ ഹീല് അല്ലെങ്കിൽ നമ്മുടെ മടമ്പിൻ്റെ ഭാഗങ്ങളിലൊക്കെയുള്ള വേദന, സ്റ്റിഫ്നെസ് അനുഭവപ്പെടുക. സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് അനക്കാൻ പറ്റാത്തൊരവസ്ഥ അനുഭവപ്പെടുക, കൂടെ ഒരു ഭാരം ഉള്ളതുപോലെ ഒരു ഹെവിനെസ് ആ ഭാഗത്ത് തോന്നുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കൊട്ടം ചുക്കാദി തൈലമാണ്. ചില ശരീരഭാഗങ്ങളിലൊന്നും തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെയൊന്നും ഒരു സെൻസേഷൻ ഇല്ലാത്ത ഒരു നംനെസ് പോലെ അനുഭവപ്പെടുന്നില്ല. അതുപോലെ ടിംഗ്ലിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ ഇക്കിളിയിടുന്നത് പോലെ തന്നെ കാലിൻ്റെ അടിയിലൊക്കെ തോന്നുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തോന്നുന്നവർ ഇനി റേഡിയേറ്റിംഗ് ആയിട്ടുള്ള പെയിന്, ഒരു ഭാഗത്ത് നിന്ന് വേദന തുടങ്ങി അങ്ങോട്ടേക്ക് റേഡിയേറ്റ് ചെയ്ത് പോകുന്നത്, പടർന്നു പിടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സയാറ്റിക്ക വേദനകൾ, ലോവർ ലിംബിലുള്ള നമ്മുടെ കാലിലേക്കുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ അനക്കാൻ പറ്റാത്തൊരു സ്റ്റിഫ്നെസ് അനുഭവപ്പെടുകയുണ്ടെങ്കിൽ സഹചരാതി തൈലം ആണ് ഉപയോഗിക്കാൻ നല്ലത്. ഇനി മൊത്തത്തിലൊരു ജനറൽ ബോഡി പെയിൻ ഉണ്ട്, എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്, വാതദോഷം കൂടിയിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, എപ്പോഴും വല്ലാതെ ക്ഷീണം തോന്നിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് പ്രായം ചെന്നവർക്ക് ജോയിൻറ്റിലൊക്കെ തന്നെ ഒരു സ്റ്റിഫ്നെസ്, കാൽമുട്ട് മടക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ധാന്വന്തരം തൈലം തന്നെ ഉപയോഗിക്കാം. ഇനി വളരെയധികം ഒരു ടെൻഡർനെസ് ശരീരത്തിന് തോന്നുന്നതോ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിലോ സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറിയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേണിംഗ് പെയിന്, ചുട്ടുനീറ്റൽ പോലുള്ള ഒരു വേദനയുണ്ടല്ലോ, അങ്ങനെയുള്ള വേദനയും അല്ലെങ്കിൽ നീർക്കെട്ട് വളരെ കുറഞ്ഞൊരളവിലേ നമ്മുടെ ശരീരത്തിലുള്ളൂ എന്നുണ്ടെങ്കിൽ മുറിവെണ്ണ ഉപയോഗിക്കാം. ഇനി നല്ല ജോയിൻറ്റുകളിലൊക്കെ തന്നെ വേദനയ്ക്ക് കൂടെ ഒരു ബേണിംഗ് ആയിട്ടുള്ളൊരു പെയിന് അല്ലെങ്കിൽ പുകച്ചിൽ പോലെ തന്നെ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ തോന്നുക ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന കേസ്, അതേപോലെ ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള ആർത്രൈറ്റിസ് കണ്ടീഷന്, ജോയിൻറ്റുകളിലൊക്കെ റെഡ് കളറിൽ വീങ്ങിയിരിക്കുന്നത് പോലെ തോന്നുക, അവിടെ തൊട്ട് കഴിഞ്ഞാൽ ഹീറ്റ്, നല്ല ചൂട് സെൻസ് ചെയ്യാൻ പറ്റുമൊക്കെ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ അടിയിലൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും പിണ്ടതൈലം ഉപയോഗിക്കാം. അതുപോലെ നല്ല ചൂട് ഉണ്ട്, അതിന് കൂടെ വേദനയുണ്ട്, ശരീരത്തിന് മസിൽ ക്രാമ്പ്, മസിൽ കയറ്റം പോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് വേദനയുണ്ട്, പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ അവിടെയൊക്കെ തന്നെ ചൂടല്ല, ഒരു തണുപ്പാണ് ശരീരത്തിന് തോന്നുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ കർപ്പൂരാതി തൈലം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം ഇത് വളരെ കുറഞ്ഞ തൈലങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ തൈലങ്ങളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ഒരു പെട്ടെന്ന് അതുപോലെ ഒരു ബുദ്ധിമുട്ടും മാറാതെയൊക്കെ ഇരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചുറ്റുപാടും കാണുന്ന ഇത്തരം ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഇതുപോലുള്ള ഓയിലുകളൊക്കെ തന്നെ ലീഡിങ് ബ്രാൻഡുകളുടെ നോക്കി വാങ്ങിച്ച് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിക്കും കൂടെയാണെങ്കിൽ ഒന്നുകൂടെ റിസൾട്ട് കൂടുതലാണ്. ചൂടാവുക എന്ന് പറയുമ്പോൾ പുകഞ്ഞു ചൂടാവുന്നതല്ല, പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ ആ ഒരു ചൂടേ നമുക്ക് ആവശ്യമുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുതൽ കിട്ടാനും അതുവഴി തന്നെ ഈ വേദനയും പ്രശ്നങ്ങളും ഒക്കെ പെട്ടെന്ന് കുറയാനും സഹായിക്കും. അപ്പോൾ ഈ ടിപ്പുകളെല്ലാം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.